എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുടംപുളിയിട്ട മീൻകറിയുടെ രുചിയിൽ ഒരു പച്ച ഏത്തയ്ക്ക കറിയാണ്. കറിക്ക് വേണ്ടി 2 ചെറിയ പച്ച ഏത്തയ്ക്ക, വലുതാണെങ്കിൽ 1 മതി, തൊലി ചെത്തി അല്പം നീളത്തിലും കനത്തിലും അരിയുക. കറ പോകാനായി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഏത്തയ്ക്ക കുറച്ച് സമയത്തിട്ട് 3-4 തവണ കഴുകിയെടുക്കുക. ഇനി കറി ഉണ്ടാക്കാനായി ഒരു കുഴിഞ്ഞ പാത്രം ഗ്യാസിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 3 വെളുത്തുള്ളി അല്ലി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഇട്ട് അല്പം മൂപ്പിക്കുക. പിന്നെ 3 പച്ചമുളകും 10 ചെറിയ ഉള്ളി 4ആയി കീറിയതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് വഴറ്റുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇത്രയും ഇട്ട് മസാലയുടെ പച്ചമണം മാറാൻ 1 മിനിറ്റ് വഴറ്റുക. പിന്നെ ഏത്തയ്ക്ക ഇട്ട് ഇളക്കി ഒരു ടീസ്പൂൺ ഉപ്പും 1 തക്കാളി അല്പം വലിപ്പത്തിൽ മുറിച്ചതും 2 കഷ്ണം കുടംപുളി നന്നായിട്ട് കഴുകി വെള്ളത്തിൽ കുതിർത്തതും ഇട്ട് ഏത്തയ്ക്ക വേകാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് ഇളക്കി അടച്ചു വെച്ച് വേവിക്കുക. ഏത്തയ്ക്കയുടെ വേവനുസരിച്ച് വേണം വെള്ളമൊഴിക്കാൻ, വെള്ളം കൂടിപ്പോകരുത്. ഏത്തയ്ക്ക നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ 1/4 കപ്പ് കുറുകിയ തേങ്ങാപ്പാൽ ഒഴിക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ അല്പം കൂടി ചേർത്ത് ഇളക്കുക. കറി നന്നായിട്ട് ചൂടാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞ് കറി തിളപ്പിക്കരുത്. ഇനി കടുക് താളിക്കാനായി ഒരു പാത്രം ഗ്യാസിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ 1/4 ടീസ്പൂൺ ഉലുവയിട്ട് മൂപ്പിച്ച ശേഷം 3 വറ്റൽമുളകും 6 ചെറിയ ഉള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് മൂപ്പിക്കുക. ഇത് കറിയിൽ ഒഴിച്ചിളക്കി സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.